മാവേലിക്കര SNDP യൂണിയൻ വനിതാ സംഘവും യൂത്ത് മൂവ്മെന്റും സംയുക്തമായി സംഘടിപ്പിച്ച സർഗോത്സവം സമാപിച്ചു. സമാപന സമ്മേളന ഉദ്ഘാടനവും വിജയികൾക്കുള്ള സമ്മാനദാനവും മന്ത്രി M. ലിജു നിർവഹിച്ചു. വിശ്വമാനവികതയുടെ ദർശനമായ ഗുരുദർശനങ്ങൾ കാലാതിവർത്തിയും ദേശാതിവർത്തിയുമാണെന്നും ഇതിന്റെ പഠനവും പ്രചാരണവും അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. മാവേലിക്കര SNDP യൂണിയൻ വനിതാ സംഘവും യൂത്ത് മൂവ്മെന്റും സംയുക്തമായി സംഘടിപ്പിച്ച സർഗോത്സവം 2026 സമാപിച്ചു. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും വിജയികൾക്കുള്ള സമ്മാനദാനവും എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി M. ലിജു നിർവഹിച്ചു. വിശ്വമാനവികതയുടെ ദർശനമായ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ കാലാതിവർത്തിയും ദേശാതിവർത്തിയുമാണെന്നും ഇതിന്റെ പഠനവും പ്രചാരണവും അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. ഗുരുദേവനെ കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഭാരതത്തിൽ ദൈവികാംശമുള്ള മഹാഋഷിമാരുടെ ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഗുരുദേവനെ തീർത്തും വ്യത്യസ്തമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആശയ സൗരഭ്യവും ആത്മീയ പ്രകാശത്തിനും അപ്പുറത്ത് മനുഷ്യരോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും സമൂഹത്തെ മുന്നോട്ട് നയിക്കാനുള്ള അഭിമാനിയും. ഇപ്പം ഞാനിവിടെ വരുമ്പോൾ എനിക്കിവിടെ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ സ്വാഗതം എന്ന തലത്തിൽ തരുന്നത് മഞ്ഞശാള. ഈ മഞ്ഞശാല പ്രദാനം ചെയ്യുന്നത് തീർച്ചയായിട്ടും ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഒരു പ്രാകൃത സ്വഭാവം ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെല്ലാം പ്രതിദാനം ചെയ്യുന്നത് ഈ മഞ്ഞയാണ്. ഇതിൻ്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായും ശിവഗിരി തീർത്ഥാടനം കടന്നു. ശിവഗിരി തീർത്ഥാടനത്തെക്കുറിച്ച് ശ്രീനാരായണ ഗുരുദേവനോട് ശിവഗിരി തീർത്ഥാടനം വിഭാവനം ചെയ്ത അന്നത്തെ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ സംസാരിക്കുമ്പോൾ ഗുരുദേവൻ ശിവഗിരിയിൽ നടക്കാൻ പോകുന്ന തീർത്ഥാടനത്തെക്കുറിച്ച് പറഞ്ഞിങ്ങനെയാണ്: നമുക്കവിടെ യാഗങ്ങളും പൂജകൾക്കും അപ്പുറത്ത് പ്രഭാഷണങ്ങളാണ് വേണ്ടത്, അറിവാണ് പകർന്നു നൽകേണ്ടത്. വ്യത്യസ്തമായ വിഷയങ്ങളെക്കുറിച്ച് സമൂഹത്തിന് പ്രയോജനപ്രദമാകുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ നടത്തണം. ആ പ്രസംഗങ്ങൾ തീർത്ഥാടനത്തിന് വരുന്ന മനുഷ്യർ കേൾക്കണം, അത് ജീവിതത്തിൽ അത് പകർത്തണം. കൃതികളും സന്ദേശവും ധർമ്മവും പഠിപ്പിക്കുവാൻ അവസരം സൃഷ്ടിക്കുന്നതും സർഗവാസനകൾ കണ്ടറിഞ്ഞ് പ്രോത്സാഹിക്കുന്നതിനുമായി സർഗോത്സവം എന്ന പരിപാടി സംഘടിപ്പിച്ചത് അഭിനന്ദനാർഹമാണെന്നും മന്ത്രി പറഞ്ഞു. മാവേലിക്കര TK മാധവൻ സ്മാരക യൂണിയൻ കൺവീനർ ഡോക്ടർ AV ആനന്ദരാജ് അധ്യക്ഷനായി. യൂണിയൻ ജോയിന്റ് കൺവീനർമാരായ ഗോപനാഞ്ജലിപ്ര, രാജൻ റീംസ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. സർഗോത്സവം ജനറൽ കൺവീനർ വിനു ധർമ്മരാജൻ ആമുഖ പ്രസംഗം നടത്തി. സർഗോത്സവം കോർഡിനേറ്റർ N. ഷാജി റിപ്പോർട്ട് അവതരിപ്പിച്ചു. അഡ്ഹോക് കമ്മിറ്റി അംഗം സുരേഷ് പള്ളിക്കൽ, മേഖലാ ചെയർമാൻ വാസുദേവൻ, ശാഖാ പ്രസിഡന്റ് ജഗദീഷ് കുമാർ, സെക്രട്ടറി K. ഗോപാലൻ, സ്വാഗത സംഘം കൺവീനർ AK ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ സംഘം ചെയർപേഴ്സൺ L. അമ്പിളി, സെക്രട്ടറി സുനി ബിജു, യൂത്ത് മൂവ്മെന്റ് ചെയർമാൻ നവീൻ വി നാഥ്, കൺവീനർ രാജീവ് തെക്കേക്കര, മറ്റ് ശാഖാ ഭാരവാഹികൾ, യൂത്ത് മൂവ്മെന്റ് വനിതാ സംഘം മേഖലാ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. 200-ൽ പരം പ്രതിഭകൾ കലോത്സവത്തിൽ മാറ്റുരച്ചു. CDNet ന്യൂസ് മാവേലിക്കര.